കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് KSU യൂത്ത് കോൺഗ്രസ് യുവനിരയ്ക്ക് നിയമ പോരാട്ടങ്ങളിൽ വലിയ ആശ്വാസമായിരുന്ന അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യുവിനെ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി. ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് നടപടിയെങ്കിലും പാർട്ടിക്കായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെയും വഞ്ചിയൂർ കോടതിയിലെയും കോൺഗ്രസ് സമരങ്ങളിലെ കാവലാൾ എന്നാണ് മൃദുൽ അറിയപ്പെടുന്നത്. ശബരിനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും മുതൽ സാധാരണക്കാരായ KSU പ്രവർത്തകർ വരെ കള്ളക്കേസുകളിൽ കുടുങ്ങിയപ്പോൾ പുലർച്ചെയെന്നോ പാതിരാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലും കോടതി മുറികളിലും ഓടിയെത്തിയിരുന്ന വ്യക്തിയാണ് മൃദുൽ. പലപ്പോഴും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം പ്രവർത്തകർക്കായി നിയമപോരാട്ടം നടത്തിയിരുന്നത്. 10 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പോരാട്ടങ്ങളെ സൈലന്റ് ഫോഴ്സായി താങ്ങി നിർത്തിയ മനുഷ്യനെ ഒരു അന്വേഷണം പോലും നടത്താതെ പുറത്താക്കിയത് ക്രൂരമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. മൃദുൽ നോക്കിക്കൊള്ളും എന്നായിരുന്നു തിരുവനന്തപുരത്ത് സമരത്തിനിറങ്ങുന്ന കോൺഗ്രസുകാരുടെ ഏക ധൈര്യം. ലാത്തിയടിയും പോലീസ് മർദ്ദനവും ഏൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വാത്സല്യത്തോടെ ജാമ്യം സംഘടിപ്പിക്കുക മാത്രമല്ല, കോടതിക്ക് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ചായയും ഭക്ഷണവും വാങ്ങി നൽകുന്ന ഹൃദയബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും KSU നേതാവുമായ വൈഷ്ണ സുരേഷ് അടക്കമുള്ള നിരവധി യുവ നേതാക്കളാണ് മൃദുലിന് പിന്തുണയുമായി രംഗത്ത് വന്നത്. പക്ഷഭേദം കാണിക്കുന്നവർക്ക് നിങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ ഓടിയെത്താൻ മൃദുലേട്ടനെ ഉള്ളൂ എന്നാണ് വൈഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അധികാരത്തിന്റെ ഉച്ഛിഷ്ടം നുണയാൻ കാത്തുനിൽക്കുന്ന ചില പുതിയ അവതാരങ്ങളുടെ കുരുട്ടുബുദ്ധിയാണ് ഈ പുറത്താക്കലിന് പിന്നിലെന്ന വിമർശനം ശക്തമാണ്. UDF അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പടരുമ്പോൾ ഭാവിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് മൃദുലിനെ പോലെയുള്ള നിസ്വാർത്ഥരെ ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം പണമില്ലാതെ കോൺഗ്രസിനായി സൈബർ ഇടങ്ങളിൽ പോരാടിയ കുട്ടികളെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് പിരിച്ചുവിട്ടതും ഇപ്പോൾ സൈനികനെ പോലെ കൂടെ നിന്ന അഭിഭാഷകനെ പുറത്താക്കിയതും പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് വിമർശനം ഉയരുന്നുണ്ട്. സ്വന്തം പ്രവർത്തകരെ ചവിട്ടി വീഴ്ത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ രീതി പിണറായി സർക്കാരിന്റെ ദുർഭരണത്തെക്കാൾ മോശമാണെന്ന വികാരമാണ് പല കോൺഗ്രസ് അനുകൂലികളിലും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും യുവനിരയ്ക്ക് നിയമ പോരാട്ടങ്ങളിൽ വലിയ ആശ്വാസമായിരുന്നു മൃദുൽ. ആ മൃദുലിനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഈ ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. ഔദ്യോഗിക പാനലിനെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് മൃദുലിനെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും യുവനിരയെല്ലാം മൃദുലിനൊപ്പമാണ്.